ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. എന്താണ് ഡിപ്രീസിയേഷൻ? സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ കാലക്രമേണ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നൊരു കാറ് ഒരു 15 ലാഖിന് വാങ്ങിയെന്ന് വിചാരിക്കുക. 5 വർഷം കഴിയുമ്പം ആ കാറിൻ്റെ വാല്യൂ ഒരിക്കലും 15 ലാഖ് തന്നെ നമുക്ക് കിട്ടത്തില്ല. അതേസമയത്ത് ചിലപ്പോൾ 10 ലാഖ് ആവാം, 8 ലാഖ് ആവാം, അങ്ങനെ ഇതിൻ്റെ വാല്യൂ കുറയുന്നുണ്ടാവും. ആ കുറയുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്നും ഒരു ക്യാഷായിട്ട് നമ്മളൊരു എക്സ്പെൻസ് പേ ചെയ്യുന്നില്ല, എങ്കിലും നമ്മളത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിപ്രീസിയേഷനെ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്രീസിയേഷൻ്റെ ടൈം പഠിക്കുന്ന ടൈം തൊട്ട് നമ്മുടെ പലരുടെയും മനസ്സിലുണ്ടാവും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വന്നിട്ട് മാച്ചിങ് പ്രിൻസിപ്പിളാണ് അവിടെ വർക്ക് ആവുന്നത്. നമ്മളൊരു അസറ്റ് 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി, അത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ 10 വർഷത്തേക്ക് അതിൻ്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം ഓരോ ഇയറിലേക്ക് അതിൻ്റെ കോസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട്. മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ ഒരു തിയറി ഇവിടെ വർക്ക് ആവുന്നത്. സെക്കൻഡ് വൺ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നുള്ളതാണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ വാല്യൂ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ തന്നെയായിട്ട് വേണം കാണിക്കാൻ. നമ്മളൊരു അസറ്റ് 15 ലാഖിന് വാങ്ങി, പക്ഷേ അത് 2-3 വർഷം കഴിയുമ്പോഴും അതിൻ്റെ വാല്യൂ 15 ലാഖായി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റോങ് ആയിരിക്കും. കാരണം അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും അവിടെ കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ എപ്പോഴും ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ അസറ്റിനെ നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ടാക്സ് ബെനിഫിറ്റ് ആണ്. ഡിപ്രീസിയേഷൻ ഒരു ടാക്സ് സേവിങ് എക്സ്പെൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഡിപ്രീസിയേഷൻ നമുക്ക് ഒരു എക്സ്പെൻസായി കൺസിഡർ ചെയ്ത് അത് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും ചാർജ് ചെയ്യുന്നത് നമുക്ക് ടാക്സ് സേവിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഡിപ്രീസിയേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി +2 തൊട്ട് പഠിക്കുന്നതാണ് ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്സ്, സ്ട്രെയിറ്റ് ലൈൻ, ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്. എങ്കിൽ നമുക്കിതൊന്ന് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് ഈ മെത്തേഡിൽ ഉള്ളത്. നമ്മളൊരു അസറ്റ് 1 ലാഖിന് വാങ്ങിക്കുന്നു, അത് നമ്മൾ യൂസ് ചെയ്യുന്ന പീരീഡ് 10 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ റെസിഡ്വൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസറ്റ് നമ്മൾ 10 വർഷത്തിന് ശേഷം നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് എത്ര വാല്യൂ കിട്ടും, ആ ഒരു വാല്യൂ കൂടെ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ മെത്തേഡിൽ കൺസിഡർ ചെയ്യണം. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ലാഖ് മൈനസ് റെസിഡൽ വാല്യൂ ഒരു 10,000 എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി നമ്മുടെ ഈ അസറ്റിൻ്റെ വാല്യൂ? 9 ലാഖ് റുപ്പീസ് ആയിട്ടുണ്ട്. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ 1 ലാഖ് മൈനസ് 10,000 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 9,000 ആണ് നമ്മൾ ഓരോ ഇയറിലേക്കും ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യേണ്ടത്. 10,000 നമ്മൾ കണ്ടു. ഇനി നമ്മൾ മന്ത്ലി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിവൈഡ് ബൈ 12 ചെയ്തിട്ട് ഓരോ മന്തിൽ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നും അതിൻ്റെ റെസിഡ്വൽ വാല്യൂ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്. ഈ മെത്തേഡാണ് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. കാരണം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ മെത്തേഡാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അസറ്റ് 1 ലാഖിന് വാങ്ങിക്കുന്നു, അതിൻ്റെ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചാർജ് ചെയ്യേണ്ടത് 1 ലാഖ് ഇൻറ്റു 15% 15,000 ആണ്. നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ട് എടുക്കുന്നത് 1 ലാഖ് മൈനസ് നമ്മൾ ഓൾറെഡി ചാർജ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ 15,000 പോയിട്ട് 85,000 ആയിരിക്കും അടുത്ത ഇയറിലേക്ക് ഇതിൻ്റെ വാല്യൂ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇയറിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 85,000ൻ്റെ 15% ആയിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോ ഇയറിലും ഡിപ്രീസിയേഷൻ ആ ഡിമിനിഷിങ് വാല്യൂവിൻ്റെ മുകളിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിൽ. ഇതിൽ നമ്മൾ റിഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നും അതേപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നും പറയും. ഈ ഒരു മെത്തേഡിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഓരോ ഇയറിലും ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ഇയറിലും അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അടുത്തത് ആക്സിലറേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ ഒരു വേരിയേഷൻ ആണെന്ന് പറയാം. ഇൻകം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചില അസറ്റ്സിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ അലവൻസ് കൊടുക്കുന്ന കേസസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസ് എക്യുപ്മെൻറ്റ്സിന് 40%, കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്സിന് 60%, ഇങ്ങനെ ചില കേസസിൽ ഡിഫറൻസ് വരുന്നുണ്ടാവും.
അടുത്തത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡാണ്. ഇതിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ പ്രൊഡക്റ്റിന്റെയും യൂസേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. വെഹിക്കിൾസിനാണെങ്കിൽ കിലോമീറ്ററിന്റെ ബേസിൽ, ഒരു മെഷീനറിക്ക് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ ബേസിൽ, ഇങ്ങനെയായിരിക്കും അതിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ ഒരു ഫോർമുല നോക്കുകയാണെങ്കിൽ ഒരു അസറ്റിന്റെ വാല്യൂവിൽ നിന്നും അതിന്റെ റെസിഡുവൽ വാല്യൂ മൈനസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് കൊണ്ടായിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷനിലേക്ക് അറൈവ് ചെയ്യുന്നത്. ഈ മെത്തേഡ് മാനുഫാക്ചറിംഗ് കമ്പനീസിനാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഡിപ്രീസിയേഷന്റെ അക്കൗണ്ടിങ് എൻട്രീസ് നോക്കാം. ഇത് നമുക്ക് രണ്ടായിട്ട് അക്കൗണ്ട് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡയറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്തിട്ട് അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, 1 lakhന് ഒരു കാർ വാങ്ങി, അതിന്റെ റെസിഡുവൽ വാല്യൂ നമ്മൾ 10,000 ആയിരുന്നു. അതിന്റെ ഇയർ 10 years ആണ്. അപ്പം നമ്മൾ ആ ഒരു ഇയറിൽ കിട്ടുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 9,000 ആയിരുന്നു. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് അനുസരിച്ച് എൻട്രി പോസ്റ്റ് ചെയ്യുമ്പം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 9,000 ടു കാർ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ 9,000, ഇങ്ങനെയായിരിക്കും അതിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എപ്പോഴും അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ തന്നെ നിൽക്കും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അസറ്റ് വാങ്ങിക്കുന്നത് 1 lakhനാണ്. അപ്പം നമ്മുടെ കാറ്, അപ്പോൾ കാറിൻ്റെ വാല്യൂ എപ്പോൾ നോക്കിയാലും 1 lakhൽ തന്നെ നിൽക്കും കാറിൻ്റെ അക്കൗണ്ടിൽ. അതേ സമയത്ത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലായിരിക്കും ഡിപ്രീസിയേഷൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഈ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 9,000 ടു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് 9,000, അങ്ങനെയായിരിക്കും. അവിടെ നമ്മൾ ആ കാർ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ നമ്മൾ അക്കൗണ്ടിനെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ബാലൻസ് ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് ആയിട്ട് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ കാർ എന്ന് പറഞ്ഞിട്ട് 1 lakh ഇടും. അതിൻ്റെ അണ്ടറിൽ നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് മൈനസ് ഫിഗർ ആയിട്ട് ഇതുപോലെ 9,000 കൊണ്ടുവരും. അപ്പം ആ ഒരു നെറ്റ് ഫിഗർ ആയിരിക്കും അതിൻ്റെ വാല്യൂ ആയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക ബാലൻസ് ഷീറ്റിൽ. ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് കൂടുതലായിട്ടും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു അസറ്റിൻ്റെ വാല്യൂ ആണെങ്കിലും ഡിപ്രീസിയേഷൻ്റെ വാല്യൂ ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ പോയിന്റ്സ് പറയുകയാണെങ്കിൽ നമ്മളൊരു അസറ്റ് വാങ്ങിയത് ഒരു ഇയറിൻ്റെ മിഡിലാണെങ്കിൽ നമ്മൾ പ്രോറാട്ട ബേസിൽ വേണം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു ഇയറിൽ നമ്മൾ എത്ര മന്ത് ഇത് യൂസ് ചെയ്തോ അത്രയും മന്തിലെ ഡിപ്രീസിയേഷൻ മാത്രമേ നമ്മൾ ആ ഒരു അസറ്റിലേക്ക് ആ ഇയറിൽ ചാർജ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു പുതിയൊരു അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട്. ഒരു അസറ്റ് സെല് ചെയ്യുന്ന സമയത്താണെങ്കിലും അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത യൂസേജ് ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോസ്പെക്റ്റീവ് വേയിൽ വേണം അത് പിന്നെ ചേഞ്ച് ചെയ്യാനായിട്ട്. കോമൺ ആയിട്ട് ഈ ഒരു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിൽ സംഭവിക്കാവുന്ന കുറച്ച് മിസ്റ്റേക്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ലാൻഡിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതാണ്. നമുക്കറിയാം ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരിക്കലും ഒരു ഡിപ്രീസിയേഷൻ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ലാൻഡിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഡിപ്രീസിയേഷൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിഡുവൽ വാല്യൂ എപ്പോഴും കൺസിഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് മൈനസ് ചെയ്തിട്ടുള്ള ഫിഗറിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ നമുക്ക് 2 ടൈപ്പ് ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് നമുക്ക് ബുക്ക് ഡിപ്രീസിയേഷൻ എന്നും ടാക്സ് ഡിപ്രീസിയേഷൻ എന്നും പറയാം. ബുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പം കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് കൺസിഡർ ചെയ്യാം. അതേപോലെ ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് ആ കമ്പനിക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനും പറ്റും. അതേസമയത്ത് ടാക്സ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ടിനെയാണ്. ഇതിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇൻകം ടാക്സ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ആ ഒരു ഡിപ്രീസിയേഷൻ റേറ്റ്സ് വേണം നമ്മൾ കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യാനായിട്ട്. ബുക്ക് ഡിപ്രീസിയേഷൻ ആണെങ്കിലും ടാക്സ് ഡിപ്രീസിയേഷൻ ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന് രണ്ടിൻ്റെയും വാല്യൂവിൽ ഡിഫറൻസ് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫേർഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിപ്രീസിയേഷൻ എൻട്രീസ് പോസ്റ്റ് ആവുന്ന സിസ്റ്റം ഉണ്ട്. സോഹോ ബുക്സിലാണെങ്കിലും സാപ്പിലാണെങ്കിലൊക്കെ നമുക്കൊരു ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളതിൻ്റെ പെർസെൻറ്റേജും അതുപോലെ തന്നെ ഏത് ഡിപ്രീസിയേഷൻ മെത്തേഡാണ് നമ്മൾ ഈ അസറ്റിന് ഫോളോ ചെയ്യുന്നതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു മന്ത് എൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ എൻട്രി പോസ്റ്റ് ആവുന്നുണ്ടാവും. അതുപോലെ നമ്മളൊരു അസറ്റ് വാല്യൂ എന്ന് പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ എടുക്കുന്ന സമയത്ത്. ഈ അസറ്റ് വാല്യൂവിൽ നമുക്ക് ആ അസറ്റ് വാങ്ങിയ കോസ്റ്റ്, അതിനോടൊപ്പം തന്നെ അതിനായിട്ടുള്ള ഇൻസ്റ്റലേഷൻ ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഇതെല്ലാം കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്നും ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഒക്കെ കണ്ടു.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എപ്പോഴും ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അക്കൗണ്ട് ചെയ്യുന്നതുമാണ് ബെറ്റർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ ടാക്സ് ഡിപ്രീസിയേഷൻ്റെയും ബുക്ക് ഡിപ്രീസിയേഷൻ്റെയും ഒക്കെ ഡിഫറൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷൻ വാല്യുബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്